വിദ്യാഭ്യാസ കാലത്ത് മിക്കവരെയും ഏറ്റവും വലയ്ക്കുന്ന ഒരു വിഷയമാണ് കണക്ക്. എന്നാൽ അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ ഗണിതം ഇഷ്ടത്തോടെ നമുക്ക് വലിയ താല്പര്യത്തോടെ പഠിക്കാൻ സാധിക്കുന്ന ഒരുപാട് സമ്പ്രദായങ്ങൾ ഭാരതീയ ഗണിതത്തിലും കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിലുമൊക്കെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തുന്ന, കൂടുതൽ പഠനങ്ങൾ നടത്തുന്ന, പരീക്ഷണങ്ങൾ നടത്തുന്ന ദേവരാജ് സാറാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹം മാധവ ഗണിത കേന്ദ്രത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ മാധവ ഗണിത പുരസ്കാര ജേതാവാണ്. വേദഗണിതവും കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സും മാത്സ് പഠിക്കുന്ന കുട്ടികളുടെ ജീവിതത്തിൽ, അവരുടെ പഠനത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇന്ന് പ്രവീണിയോട് സംസാരിക്കുന്നത്. എന്തിനാണ് ഞാൻ മാത്സ് പഠിക്കുന്നത്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ടീച്ചേഴ്സും എനിക്ക് വന്ന് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഞാൻ മാത്സ് പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? മാത്തമാറ്റിക്സിൽ കുട്ടികളെ സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ കാരണം ഉത്തരം തെറ്റിപ്പോകുന്നു, മാർക്ക് കിട്ടാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ മടുപ്പ് തോന്നും. 7452 അല്ലേ? അതിനെ 4 9 കൊണ്ട് ഗുണിച്ചോളൂ. 7452 പറഞ്ഞത് അല്ലേ? അപ്പോൾ ഉത്തരം 7451 2 5 4 8. അതെ, ശരിയാണ്. നിങ്ങൾ എക്സലും ടാലിയും ഒക്കെ അല്ലേ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് എന്തിനാണ് ഈ ഒരു മെൻ്റൽ മാത്തമാറ്റിക്സ്? അപ്പോൾ അവർ പറഞ്ഞൊരു കാരണം, ഞങ്ങളൊരു ഡിസ്കഷൻ ടേബിളിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു പെർസെൻറ്റേജ് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇത്ര പാട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് മനസ്സിൽ ആ ഒരു ഫിഗർ വന്നെങ്കിൽ മാത്രമേ ആ ഡിസ്കഷൻ ടേബിളിൽ പെട്ടെന്ന് ആ ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ പലരും പറയും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സഹായമാണ്, തീർച്ചയായിട്ടും. പക്ഷേ എന്നാലും മാത്സിൽ വീക്കായിട്ടുള്ളവർ അല്ലെങ്കിൽ മാത്സിനെ ഇഷ്ടപ്പെടാത്തവരും വന്നോളാനാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമസ്കാരം ദേവരാജ് സാർ. നമസ്കാരം. മാധവ ഗണിത പുരസ്കാരം ലഭിച്ചു, അതിൻ്റെ ഒരു അഭിനന്ദനങ്ങൾ. അതിനൊപ്പം തന്നെ ഈ ഒരു മേഖലയിലേക്ക്, അതായത് എൻ്റെ അറിവിൽ ഓട്ടോമൊബൈൽ ആ ഒരു മേഖലയാണ് സാർ കൂടുതലും ശ്രദ്ധിക്കുന്നതും അതിൻ്റെ ഒരു ട്രെയിനിങ്ങും ഒക്കെ ചെയ്യുന്നത് അതിലാണ്. പക്ഷേ ഈ ഒരു മാധവ ഗണിത പുരസ്കാരം കിട്ടുന്ന ഒരു മേഖല, അത് ഈ വേദഗണിതത്തിൻ്റെയും സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്, കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സും ഒക്കെ ആണല്ലോ. അപ്പോൾ അതിലേക്കുള്ളൊരു മാറ്റം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഇത് ആദ്യമായിട്ട് നന്ദി. അല്ലെങ്കിൽ നമ്മൾ ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴും സത്യത്തിൽ നമുക്ക് മാത്സിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ വളരെ വീക്കായിരുന്നൊരു മാത്തമാറ്റിക്സ് സ്റ്റുഡൻ്റാണ്, പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത്. അന്ന് മാത്സിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ പരാജയപ്പെട്ടിട്ട് പോലും ഉണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ അച്ഛൻ എനിക്ക് കുറേ സഹായങ്ങൾ അല്ലെങ്കിൽ കുറേ മാർഗ്ഗങ്ങൾ പരിചയപ്പെടുത്തി തന്നു. അവിടെ നിന്നുമാണ് എനിക്ക് മാത്സിനോട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് മാത്സിനെ ഇഷ്ടപ്പെടുകയും മാത്സ് അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കുകയും എഞ്ചിനീയറിങ്ങിന് പോവുകയൊക്കെ ചെയ്തു. എഞ്ചിനീയറിങ്ങിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും പൊതുവായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് മാത്സ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ബോറിംഗ് ആണ് എന്നുള്ളത്. അപ്പോഴാണ് ഞാനൊന്ന് ചിന്തിച്ചു തുടങ്ങിയത്. ഞാനും ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അത് എങ്ങനെയാണ് എനിക്ക് ആ മാറ്റം വന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൽ ഈ ഒരു ഭാരതീയ ഗണിതത്തിൻ്റെ, കാരണം അച്ഛനൊക്കെ മനക്കണക്കിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് ആ രീതികൾ പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ ആ ഒരു ഭാരതീയ രീതികളുടെ പ്രാധാന്യം മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പിന്നീട് ശ്രമിക്കുകയും അങ്ങനെയാണ് ഞാൻ പിന്നീട് ഈ ഭാരതീയ കേരളീയ ഗണിതത്തിലേക്കൊക്കെ വരുന്നത്. ഈ ഒരു ഗണിതത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ആദ്യം സ്വീകരിച്ചൊരു മാർഗ്ഗങ്ങൾ? അതായത് പെട്ടെന്ന് അതിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ടും എത്താൻ കഴിയില്ല, തുടക്കത്തിൽ അത് പഠിച്ചു തുടങ്ങണം. അപ്പോൾ ആദ്യം എന്താണ് അതിനൊരു ഇതായിട്ട് എടുത്തത്, പ്രചോദനമായിട്ട് എടുത്തതും എന്താണ് പഠിക്കാനെടുത്ത ഒരു സബ്ജക്റ്റ്, ഏത് രീതിയിൽ അതിലേക്ക് കടന്നു? അപ്പം ഞാനിങ്ങനെ ഈ ഭാരതീയ ഗണിതം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയാമുള്ളായിരുന്നു. പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു മാർഗ്ഗമുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇങ്ങനെ തിരഞ്ഞപ്പോഴാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ടുള്ള VPN നമ്പൂരി സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഒരു രാമാനുജ സരണി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനവും, അപ്പോൾ അതിൽ അവർ ഭാരതീയ ഗണിതവും വേദഗണിതവും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായത്തിൽ അതിൽ ഞാൻ ആദ്യമായി ഒരു സ്റ്റുഡൻ്റായിട്ട് ജോയിൻ ചെയ്തു. 2012-13 കാലഘട്ടത്തിൽ അങ്ങനെ ജോയിൻ ചെയ്തു. അതിൽ നിന്ന് പഠിച്ചു തുടങ്ങി. പിന്നീട് രാമാനുജ സരണിയുടെ ഒക്കെ പാർട്ടായിട്ട് വിജയരാമൻ സാറ്, VPN നമ്പൂരി സാറ്, ഡോക്ടർ VB പണിക്കർ സാറ്, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് പ്രചരണത്തിലും ഭാഗമാകാനായിട്ട് കഴിഞ്ഞു. അവിടെ നിന്നാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. പിന്നീട് നാഗ്പൂർ കാളിദാസ യൂണിവേഴ്സിറ്റിയിൽ, അന്ന് ഇന്ത്യയിൽ വേദഗണിതത്തിന് ഡിപ്ലോമ കോഴ്സുള്ളത് അവിടെയാണ്. അവിടെ വേദഗണിതത്തിൽ ഡിപ്ലോമ എടുത്തു.
പിന്നീട് നിരവധി കോൺഫറൻസുകളിൽ പങ്കെടുത്തു. പിന്നീട് കോൺഫറൻസുകളിൽ പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാഹചര്യം ലഭിച്ചു. അങ്ങനെയാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഈ ഒരു സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്, അതായത് പ്രത്യേകിച്ചും കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്, വേദഗണിതം, ഭാരതീയ രീതിയിലുള്ള സമ്പ്രദായങ്ങൾ, ഇതും നമ്മൾ പഠിക്കുന്ന മറ്റ് പഠന രീതികളും തമ്മിൽ പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ഭാരതത്തിൻ്റെ ഗണിതശാസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ അത് പ്രായോഗികമാണ്. നമ്മളിപ്പോൾ ഭാരതത്തിൻ്റെ ആദ്യ ഗണിതശാസ്ത്ര ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ സുൽഭസൂത്രങ്ങളെന്ന് പറയും. സുൽഭസൂത്രങ്ങൾ യഥാർത്ഥത്തിൽ യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഗ്നികുണ്ഡങ്ങൾ, ഹോമകുണ്ഡങ്ങൾ ഒരുക്കുന്നതിനുള്ള ജാമിതീയ രീതികളുണ്ട്, പ്രത്യേക ഷേപ്പുകളുണ്ട്. ആ ഷേപ്പുകൾ എങ്ങനെ നിർമ്മിക്കണം എന്ന് വ്യവസ്ഥാപിതമായിട്ട് പറയുന്ന രീതികളായിരുന്നു. അപ്പോൾ പ്രായോഗികമാണ്, പ്രാക്ടിക്കലാണ്. പഴയ നമ്മുടെ എല്ലാ ഗണിതശാസ്ത്ര ടെക്സ്റ്റുകളും എടുത്ത് നോക്കിയാലും അത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു അപ്രോച്ചാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ പറയുന്നത് ഇന്നത്തുമായിട്ട് വ്യത്യാസം, ഒരു തിയറട്ടിക്കൽ അപ്രോച്ചിൽ നിന്നും വ്യത്യസ്തമായിട്ട്. പക്ഷേ അവർ ആ തിയറട്ടിക്കൽ അപ്രോച്ച് മനസ്സിലാക്കിയാണ് ഇതിനെ പ്രായോഗിക തലത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്ക് ഭാരതീയ ഗണിതശാസ്ത്രകാരന്മാർ പറഞ്ഞു വെച്ചിരുന്നത്. എന്താണ് ഈ വേദഗണിതത്തിലും ഈ ഒരു രീതിയിലുമുള്ള ആ ഒരു അത് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതികൾ, പ്രത്യേകിച്ചും വഴികളുണ്ടല്ലോ, അതിലേക്ക് കണക്കിൻ്റെ വഴികൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്തത്. അപ്പോൾ അതിലൊരു വ്യത്യാസം എന്താണ്? നമ്മൾ ഇതിലെങ്ങനെയാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഭാരതീയ ഗണിതത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഭാരതീയ ഗണിതശാസ്ത്ര രീതികൾ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ പോലും പലപ്പോഴും നമ്മൾ പറയും 0 0 ഭാരതത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയും. യഥാർത്ഥത്തിൽ അതിനപ്പുറത്തേക്കുള്ള നമ്മുടെ ഈ സംഖ്യാസമ്പ്രദായം, ദശാംശ സംഖ്യാസമ്പ്രദായം, പിന്നീട് ഈ സംഖ്യകളുടെ സിമ്പലുകൾ 1 0 മുതൽ 1 9 വരെയുള്ള സംഖ്യകൾ എഴുതുന്ന രീതികൾ, ഇതെല്ലാം യഥാർത്ഥത്തിൽ ഭാരതത്തിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രചാരണം നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് യൂറോപ്പിലേക്കും മറ്റ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ചെന്നത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഭാരതത്തിൽ കച്ചവടത്തിനായിട്ട് വന്ന വിദേശീയർ അവർ പലപ്പോഴും മറ്റ് സംഖ്യാസമ്പ്രദായങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പോഴാണ് അവർ കാണുന്നത് ഭാരതത്തിലെ കച്ചവടക്കാർ, കാരണം അവരിവിടെ വന്ന് കച്ചവടത്തിനാണ് ഇവിടെ വന്നത്. അതിൽ തീർച്ചയായിട്ടും. അപ്പോൾ അവർ കാണുന്നത് അവർ അബാക്കസ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും വേഗത്തിലും കൃത്യതയോടും കൂടി ഭാരതത്തിലെ കച്ചവടക്കാർ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതികൾ കണ്ടപ്പോഴാണ് അവർ അത്ഭുതപ്പെട്ടത്. ഇവരിതെങ്ങനെ ചെയ്യുന്നു, ഞങ്ങൾ എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ ഇവർ ചെയ്യുന്നു. അപ്പോൾ അവർ തറയിൽ കുറച്ച് മണ്ണിട്ടിട്ട് അതിലെന്തോ കുത്തിക്കുറിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പം ഒരു പലക വെച്ചിട്ട് അതിൽ ചോക്ക് പോലുള്ള വസ്തുക്കൾ വെച്ച് ഒന്ന് എഴുതി നോക്കുന്നു, പിന്നീട് തുടച്ച് കളയുന്നു. ഈ രീതിയിൽ അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു ദശാംശ സംഖ്യാ സമ്പ്രദായം ഭാരതത്തിലുണ്ടെന്നും ഇതുപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണെന്നുള്ള രീതികൾ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരിത് പഠിച്ചു കൊണ്ടുപോയി ചെയ്തു. അത് നമ്മളിവിടുന്ന് ഏതാണ്ട് ഒരു 7-ാം 8-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയിട്ട് ഒരു 12-ാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിലേക്ക് എത്തുന്നത്. അവരിത് അംഗീകരിക്കുന്നത് 15-ാം നൂറ്റാണ്ടിലാണ്. ഇന്ന് ലോകത്തിൽ സംഖ്യകൾ എഴുതുന്നത് യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ രീതിയിലാണ്. നമ്മളാണ് ശരിക്കും ആ ഒരു സമ്പ്രദായം, ദശാംശ സമ്പ്രദായം. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ പറഞ്ഞത് വി ഓവർ ലോട്ട് ടു ഇന്ത്യൻസ്. നമ്മളെ എണ്ണാൻ പഠിപ്പിച്ച, ആ സംഖ്യകൾ എഴുതാൻ പഠിപ്പിച്ച ഭാരതീയരെ നമിക്കണമെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം ഇതിൽ വ്യത്യസ്തമായിട്ട് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് എന്തെങ്കിലും ഒരു ഉദാഹരണം എളുപ്പത്തിൽ പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പം ഒരു 4 അക്ക സംഖ്യ പറഞ്ഞോളൂ, ഏതെങ്കിലും ഒരു 4 അക്ക സംഖ്യ. കാൽക്കുലേറ്റർ എടുത്തോളൂ, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാതെ ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ട് 4 അക്ക സംഖ്യ ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്തോളൂ. കാൽക്കുലേറ്ററിൽ ഇഷ്ടമുള്ള ഒരു 4 അക്ക സംഖ്യ 7452 7452 അല്ലേ? അതിനെ 4 9 കൊണ്ട് ഗുണിച്ചോളൂ. 7452 പറഞ്ഞത് അല്ലേ? അപ്പോൾ ഉത്തരം 7451 2 5 4 8. അതെ, ശരിയാണ്. ശരിയാണ്. ഇതാണ് എൻ്റെ ഉത്തരം. ഇത് വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. അത് നോക്കി 7452 ആദ്യം പറഞ്ഞ സംഖ്യ. ഉത്തരത്തിൽ നോക്കി ആ 7452 നിന്ന് 1 കുറച്ചാൽ 7451 ആദ്യത്തെ ഭാഗം കിട്ടി അല്ലേ? പിന്നീട് എല്ലാ സംഖ്യകളും 9 നിന്ന് കുറയ്ക്കുക. അവസാനത്തെ അക്കം മാത്രം 10 നിന്ന് കുറയ്ക്കുക. ഇതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വേദഗണിതത്തിൽ 2 സൂത്രങ്ങളായിട്ടാണ് പറയുക. ആദ്യത്തെ പറയും ഏക ന്യൂനേന പൂർവേണ, അതായത് സിമ്പിളാണ്, അതിൽ നിന്നും 1 കുറയ്ക്കുക. ഏകം 1 ആണ് അല്ലേ? ന്യൂനം സബ്ട്രാക്ട് ചെയ്യുക, പൂർവേണ ആദ്യത്തെ സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കുക. അത്രേ നമ്മൾ ചെയ്തുള്ളൂ. പിന്നീട് നമ്മൾ പറയുന്നത് എല്ലാം 9 നിന്നും അവസാനത്തേത് 10 നിന്നും കുറയ്ക്കുക.
അത്രേ ഉള്ളൂ. അതിന് നമ്മൾ വേദഗണിതത്തിലെ സൂത്രം പറയുന്നു സംസ്കൃതത്തിൽ നിഖിലം നവദശർമ്മം ദശത എന്ന് പറയും. നിഖിലം എല്ലാം, നവത 9, എല്ലാം 9-ൽ നിന്നും, ചരമം അന്ത്യം ലാസ്റ്റ്, ദശത അന്ത്യം 10-ൽ നിന്ന് കുറയ്ക്കുക, എല്ലാം 9-ൽ നിന്നും അവസാനത്തേത് 10-ൽ നിന്നും കുറയ്ക്കുക. ഈ മറ്റ് സംഖ്യകളാണെങ്കിൽ ഇപ്പോൾ അതിന് ഓരോ രീതിയുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്തതിൻ്റെ കാരണം, ഇപ്പോൾ ഇതാണ് വേദഗണിതം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇതൊരു ട്രിക്ക് എന്നുള്ള രീതിയിലല്ല പഠിപ്പിക്കേണ്ടത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വേദഗണിതത്തിൻ്റെ പ്രാധാന്യം. അല്ലെങ്കിൽ അത് പഠിപ്പിക്കുമ്പോൾ ശരിക്കും ഡീപ്പറായിട്ടുള്ള മാത്തമാറ്റിക്സ് മനസ്സിലാവുന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ബേസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കും. അതായത് 99 അല്ലെങ്കിൽ 999 അല്ലെങ്കിൽ 9999 നമ്മൾ ഗുണിക്കുന്നതിന് പറ്റും. ഇപ്പോൾ ഉദാഹരണം ചെറിയൊരു എക്സാമ്പിൾ, 45-നെ 99 ഗുണിക്കുന്നതിന് പകരം 45 ഗുണം 100 - 1 എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയും. അത് ഉപയോഗിക്കുമ്പോഴാണ് ഈ രീതിയിലേക്ക് അതിനെ, കാരണം നമ്മളിവിടെ സബ്ട്രാക്ഷൻ മാത്രം അല്ലെങ്കിൽ വ്യവകലനം മാത്രം ചെയ്തുകൊണ്ടാണ് നമുക്ക് ഗുണനത്തിൻ്റെ ഉത്തരം കിട്ടിയത്. അതാ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചത് കൊണ്ടാണ് അത് വ്യവകലനം അല്ലെങ്കിൽ സബ്ട്രാക്ഷനായി മാറിയത്. അത്തരത്തിലുള്ള മാത്തമാറ്റിക്സ് നമ്മൾ മനസ്സിലാകുമ്പോൾ, കാരണം ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, മാത്തമാറ്റിക്സിൽ കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ കാരണം ഉത്തരം തെറ്റിപ്പോകുന്നു, മാർക്ക് കിട്ടാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ മടുപ്പ് തോന്നും. അപ്പോൾ ഇത് വളരെ നമ്മളൊരു സാധാരണ രീതിയിൽ നോക്കിയാൽ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നൊരു കുട്ടി ആദ്യത്തെ ബോളിൽ ഔട്ടായി കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ അവൻ ആ കളിക്കളത്തിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സാഹചര്യമാണ്. കുട്ടിക്ക് ഒരു സ്കോർ ചെയ്യാൻ പറ്റിയാൽ അവൻ ആ വിഷയത്തോട് താല്പര്യം വരും. തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞതുപോലെ ആദ്യം അതിൽ താല്പര്യം വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവനത് എന്തുകൊണ്ട് എങ്ങനെ വന്നു എന്നുള്ളത് പഠിക്കാനുള്ളൊരു ആകാംക്ഷയും ഉണ്ടാകും. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് അല്ലെങ്കിൽ അപ്രോച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇത് നമ്മൾ എത്രത്തോളം നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഒരു ഗണിത ശാസ്ത്രം പഠിക്കുന്ന ഒരു സ്കൂൾസിലേക്ക് അതിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഇത് ആഡ് ചെയ്യാൻ കഴിയുക? തീർച്ചയായിട്ടും നമ്മൾ ഇത് ബേസിക് ഓപ്പറേഷൻസ് പഠിച്ചിട്ടുള്ള ആർക്കും ഇത് പഠിക്കാവുന്നതാണ്, എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പോകുന്ന സമയത്ത് നമുക്കിതിൻ്റെ റിസൾട്ടുകളാണ് അല്ലെങ്കിൽ ആൻസറുകൾ പെട്ടെന്ന് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. പ്രത്യേകിച്ച് ബാങ്ക് ടെസ്റ്റ് പോലുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിലാണ് പോലും ഒരു റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റ് വരുമ്പോഴത്തേക്കും കമ്പനികൾ, അപ്പോൾ അതുവരെ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ ഇത് വളരെ പ്രധാനം. കാരണം അവർ കോളേജിലെല്ലാം കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നവരാണ്. പെട്ടെന്ന് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ വരുന്ന അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റ് വരുമ്പോൾ അവർക്ക് കാൽക്കുലേറ്റർ കൊടുക്കില്ല. കാരണം അവരുടെ ആ ഒരു ലോജിക്കൽ തിങ്കിങ്ങും അവരുടെ ആ ഒരു പ്രോസസ്സിങ് സ്പീഡും എല്ലാമാണ് അവർ അസസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയെല്ലാം ഇത് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും. മാത്രമല്ല എൻ്റെ അടുക്കൽ MBA ഫിനാൻസ് പഠിച്ച് ഫിനാൻസ് മാനേജേഴ്സായിട്ട് പ്രവർത്തിക്കുന്നവർ പഠിക്കാൻ വരും. അപ്പം ഞാൻ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എക്സലും ടാലിയും ഒക്കെ അല്ലേ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് എന്തിനാണ് ഈ ഒരു മെൻ്റൽ മാത്തമാറ്റിക്സ്? അപ്പോൾ അവർ പറഞ്ഞൊരു കാരണം, ഞങ്ങളൊരു ഡിസ്കഷൻ ടേബിളിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു പെർസെൻറ്റേജ് ചോദിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ഇത്ര പാട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിൽ ആ ഒരു ഫിഗർ വന്നെങ്കിൽ മാത്രമേ ആ ഡിസ്കഷൻ ടേബിളിൽ പെട്ടെന്ന് ആ ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അവിടെ നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപ്പോഴും ആ കാൽക്കുലേറ്റർ ചെയ്യുന്നതിനേക്കാളും വേഗത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ആൻസർ വരുന്നുണ്ട്. അതെ. അപ്പോൾ അത്തരത്തിലൊരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ആ ഒരു മനസ്സിൽ കണക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം കിട്ടുന്നത് വളരെയധികം സഹായകമാണ്. ഈ മേഖലയിൽ കുറച്ച് കാലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, എന്തായാലും ഒരു 15 വർഷത്തോളം ആകുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു ഒരുപാട് പേരെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെയുള്ള അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? അതായത് ഇതിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായിട്ട്. പുതിയൊരു മേഖല പഠിച്ചു വരുന്ന ആളുകൾ അത്ഭുതത്തോടെ ആയിരിക്കും എന്നെ നോക്കിക്കാണുന്നത്. അപ്പോൾ അവരെ അത് പല രീതിയിൽ സഹായിച്ചിട്ടും ഉണ്ടാവും. അതിനെപ്പറ്റിയുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളിത് പഠിക്കാൻ തുടങ്ങുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്സ് എളുപ്പത്തിലാവണം. ഓക്കെ, ലേൺ വിത്ത് ജോയ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാനിത് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതിനൊരു മാർഗം അല്ലെങ്കിൽ ഒരു ടൂൾ എന്ന നിലയ്ക്കാണ് ഞാനിതിനെ കാണുന്നത്. ഇത് മാത്രമല്ല ഒരുപാട് സാഹചര്യങ്ങളും എക്സാമ്പിളുകളും ഒക്കെ നമുക്ക് പറയാം. അതിൽ പ്രധാനപ്പെട്ട ടൂള് ഞാനീ പറയുന്ന ഇന്ത്യൻ മാത്തമാറ്റിക്സും വേദിക് മാത്തമാറ്റിക്സ്. കാരണം അതിൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ അപ്രോച്ചാണ്. അപ്പോൾ കുട്ടികൾക്ക് രസകരമായിട്ട് പഠിക്കുക. അവന് നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു രസമുണ്ടെങ്കിലേ നമുക്കും അത് ചെയ്യാനായിട്ട് താല്പര്യം വരത്തുള്ളൂ അല്ലേ. അപ്പോൾ ആ ബോറിങ് മാറ്റുക, രസകരമായിട്ട് ചെയ്യുക എന്നുള്ളതിലാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും കുട്ടികളുടെ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എക്സൈറ്റ്മെൻറ്റാണ്, പെട്ടെന്ന് ആൻസർ കിട്ടി. അപ്പോൾ അതാണ് ഫസ്റ്റ് റിയാക്ഷൻ. ആ എക്സൈറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ എങ്ങനെ ഇത് കിട്ടി, അപ്പോൾ ഈ നേരത്തെ ചോദിച്ച പോലെ ഇത് മറ്റ് നമ്പറുകളിലേക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും,
ആ ഒരു ക്യൂരിയോസിറ്റി വരും. അപ്പോഴാണ് നമുക്ക് എന്തിനാണ് ഞാൻ മാത്സ് പഠിക്കുന്നത്, ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ടീച്ചേഴ്സും എനിക്ക് വന്ന് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഞാൻ മാത്സ് പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന സൈൻ തീറ്റയും കോസ് തീറ്റയും പഠിച്ചിട്ട് എന്ത് ചെയ്യാനെന്നുള്ളത്. അതെ, ഈ അടുത്ത കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ചോദ്യങ്ങൾ ഇതാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ അതിൻ്റെ പ്രായോഗിക ഉപയോഗം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കാരണം ഇപ്പോൾ സൈൻ തീറ്റയും കോസ് തീറ്റയും പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പറയും, നമ്മളൊക്കെ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ചില സ്പോട്ടുകളിൽ സ്ഥിരമായ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ബ്ലാക്ക് സ്പോട്ട് എന്നറിയപ്പെടുന്ന. ഓക്കെ, പ്രത്യേകിച്ച് അത് നോക്കിക്കഴിഞ്ഞാൽ പല പ്രമുഖരുടെയും മാരകമായ അപകടങ്ങൾ. ഇപ്പം ഞാൻ ജനിച്ച് വളർന്നതും പഠിച്ചതൊക്കെ ചേർത്തലയിലാണ്. ചേർത്തല മോനിഷ ജംഗ്ഷൻ എന്നറിയപ്പെടും. ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് അവിടെ അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഒരുപാട് ചർച്ച നടന്നത്. ഇപ്പം അന്ന് ഒരു സൈഡിൽ ഒരു വാട്ടർ അതോറിറ്റി, ഇപ്പുറത്തൊരു വീടുമാണ്. മതിലുകൾ അവർ കെട്ടാറില്ലായിരുന്നു. കാരണം എന്നും ഒരാഴ്ചയിൽ ഒരു അപകടം ഉണ്ടാകുമായിരുന്നു. ഈ അപകടം ഉണ്ടായതിനു ശേഷമാണ് കൂടുതൽ നാറ്റ്പാക്കും മറ്റുമൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ട് മനസ്സിലാക്കിയത് അവിടുത്തെ ആ റോഡിൻ്റെ ചരിവ് ശരിയല്ല. അതിന് നമ്മൾ +2 നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന ഒരു പോർഷനാണ് ബാങ്കിങ് ദ കർവ് എന്ന് പറയും. അതായത് റോഡ് നമ്മൾ ഒരു ടേണിംഗ് ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഒരു ചരിവ് വേണം. ആ ചരിവ് നിർണ്ണയിക്കുന്നത് ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ സൈൻ തീറ്റയും കോസ് തീറ്റയും ശരിയായാൽ അവിടെ അപകടം ഉണ്ടാകത്തില്ല, നമ്മുടെ ജീവനാണ്. അപ്പോൾ നമ്മളൊക്കെ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, സുരക്ഷിതമായി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും വിമാനം ലാൻഡ് ചെയ്യുമ്പോഴും ആ എയർ ട്രാഫിക് കൺട്രോൾ അതിന് നിർദ്ദേശം കൊടുക്കുന്നതൊക്കെ ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും ഉപയോഗിച്ചിട്ടാണ്. അപ്പം നമ്മളൊക്കെ സേഫായിട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും ഉണ്ട്. ഈ പ്രായോഗിക ഉപയോഗം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിച്ച് കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മനസ്സിലാക്കിച്ചിരുന്നു എന്നുള്ളതാണ് ഭാരതീയ ഗണിതത്തിൻ്റെ പ്രത്യേകത. ഈ ഭാരതീയ ഒരു ഗണിതശാസ്ത്രത്തിൻ്റെ ഒരു മേഖല, അതിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ ഒരു വളർച്ച, അതിൻ്റെ ഒരു ആ പ്രായോഗിക തലത്തിലുള്ള പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആരൊക്കെയാണ് അതിനകത്ത് പ്രധാനമായി പങ്കുവഹിച്ചിട്ടുള്ളത്? ഭാരതീയ ഗണിതശാസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വേദകാലം മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടി. കാരണം നമ്മൾ വേദങ്ങളും പുരാണങ്ങളും നോക്കിയാൽ ഏകം ദശം ശതം സഹസ്രം എന്ന് പറഞ്ഞ് 10ൻ്റെ പവേഴ്സ് എന്ന് അല്ലെങ്കിൽ 10ൻ്റെ ഗുണിതങ്ങൾക്ക് പേരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ശൂന്യമുണ്ടായിരുന്നു, 10ൻ്റെ പവർ ഉപയോഗിച്ചിരുന്നു. വലിയ വലിയ സംഖ്യകൾക്ക് 10⁴ തല്ലക്ഷണം എന്ന് വരെ പേരുണ്ടായിരുന്നു. അപ്പോൾ അത്ര വലിയ സംഖ്യകൾ. അതേസമയം ആ കാലഘട്ടത്തിൽ യൂറോപ്പിൽ 10⁻3 or 4 മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നതെന്ന് ഓർക്കണം. അപ്പോൾ വലിയ സംഖ്യകൾ നമ്മൾ എന്താ പറയുക, കയ്യിലിട്ട് അമ്മാനമാടിയിരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ചരിത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ അതേപോലെ എല്ലാത്തിലും നമ്മൾ ഇനി ട്രിഗണോമെട്രിയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും ട്രിഗണോമെട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിരുന്ന രീതികളാണ് ശരിക്കും നമ്മൾ ഇന്ന് പറയുന്ന സൈൻ എന്ന് പറയുന്ന വാക്ക്. അതിൻ്റെ ഒറിജിൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ഉപയോഗിച്ചിരുന്ന ജ എന്നാണ്, അർത്ഥജ എന്ന് പറയാവുന്ന ജ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അമ്പ് എടുത്ത് നോക്കി, അമ്പും വില്ലും നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാപം, അതിലൊരു ചരടാണ് ഈ ചാപം എന്ന് പറയുന്നത്, വില്ലിൽ കെട്ടിയ ചരട്, അതിലൊരു ആരോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ അർത്ഥജ്യ, ആ ചരടിൻ്റെ പകുതി അർത്ഥജ്യാവിനെയാണ് നമ്മൾ ജ എന്ന് പിന്നീട് വിളിച്ചിരുന്നത്. ആ ജായെ ഈ അറബികൾ പേർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവരതിനെ ജേബ് എന്നാക്കി. ജ ഒരു സിമിലർ വേർഡ് എന്നുള്ള രീതിയിൽ ജേബ് എന്നാക്കി. ഇത് പിന്നീട് ലാറ്റിൻ ഭാഷയിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇതിന് അവർക്ക് സിമിലർ വേർഡ് എന്ന് പറയാവുന്നത്, ജേബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ്, ക്യാവിറ്റി. അതിനാണ് അവർ സൈനസ്, നമ്മൾ സൈനസ് എന്ന് പറയുന്ന ആ സൈനസ് ക്യാവിറ്റി എന്നുള്ള അർത്ഥത്തിൽ അവരതിനെ സൈനസ് എന്നുള്ള രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിൽ നിന്നുമാണ് സൈൻ എന്ന് പറയുന്ന വാക്ക് ഇന്ന് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഭാരതീയരുടെ രീതി ആണ് ഇന്ന് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ലോകത്തിൽ തന്നെ ഉപയോഗിക്കുന്നത്. ഈ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിലേക്ക് വരാം. പ്രത്യേകിച്ച് മാധവ ഗണിത പുരസ്കാരമാണ് അങ്ങേക്ക് ലഭിച്ചത്. അപ്പോൾ സംഗമഗ്രാമ മാധവൻ, അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനകളെക്കുറിച്ച് ഒരുപാട് ചർച്ചകളൊക്കെ വരുന്നുണ്ടെങ്കിലും നേരത്തെ പൊതുവെ പറയപ്പെടുന്ന പോലെ പോപ്പുലറൈസ് ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പോഴും. ഒരു പരിധിവരെ എത്തുന്നുണ്ടെങ്കിലും ഒരുപാട് രീതിയിലേക്ക് എല്ലാവരിലേക്കും എത്തുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനകളെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു വലിയൊരു പാരമ്പര്യം അതിൻ്റെ മുൻപിലും പിൻപിലുമായിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയും? തീർച്ചയായിട്ടും ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 4ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വരരുചിയും മറ്റുമൊക്കെ ചന്ദ്രവാക്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രൻ്റെ കൃത്യമായ പൊസിഷൻ എവിടെയാണെന്ന് പറയുന്നതിന് ശ്ലോകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ തുടങ്ങേണ്ടി വരും. ആ ചന്ദ്രവാക്യങ്ങൾ കൃത്യമായ, കാരണം നമ്മുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലം കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട കൃഷി രീതികളെല്ലാം,
അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ശക്തിയുടെ സ്രോതസ്സ് കൃഷിയായിരുന്നു. അതിൻ്റെ ഉള്ള പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ മൺസൂണുമായിട്ട് ബന്ധപ്പെട്ട് മഴയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃഷി ചെയ്യാനും അല്ലെങ്കിൽ കൃഷിയെക്കുറിച്ച് ചിന്തിക്കാനും പറ്റുള്ളായിരുന്നു. അത് വിത്ത് വിതയ്ക്കുമ്പോഴും വിളവെടുപ്പുമ്പോഴും. അപ്പോൾ കാലാവസ്ഥ നിർണ്ണയം ഈ കൃഷിയുമായി വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ കാലാവസ്ഥ കൃത്യമായി നിർണ്ണയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചന്ദ്രൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും സ്ഥാനം നിർണ്ണയിക്കേണ്ടത് ആവശ്യമായിരുന്നു. മറ്റൊന്ന് നമുക്കറിയാം, നമ്മൾ മുഹൂർത്തങ്ങൾ നോക്കി നല്ല സമയം നോക്കി കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം സമയം നിർണ്ണയിക്കേണ്ടത് വളരെ അത്യാവശ്യമായി രണ്ട് കാര്യത്തിലും, ഈ കൃഷിയുമായി ബന്ധപ്പെട്ടും നമ്മുടെ മുഹൂർത്തങ്ങൾ നിർണ്ണയിക്കേണ്ടത്. അപ്പോൾ ഈ പ്ലാനറ്റുകളെ അല്ലെങ്കിൽ ചന്ദ്രൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും സ്ഥാനം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഈ ഒബ്സർവേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് ഓർക്കണം, നമുക്ക് യാതൊരുവിധ എക്യുപ്മെൻറ്റ്സും ഇല്ലായിരുന്നു. നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കി ഓരോ പ്ലാനറ്റിൻ്റെയും പ്രത്യേകിച്ച് ചന്ദ്രൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും സ്ഥാനം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ഓർക്കുക, വലിയ സർക്കിളാണ് ഈ മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അത്ര വലിയ സർക്കിളിൻ്റെ ആ ഒരു റേഡിയസ് കാണണം, അല്ലെങ്കിൽ അതുമായിട്ടുള്ള ബന്ധം കാണണം ആ മൂവ്മെൻറ്റ്. അപ്പോൾ അവിടെയാണ് പൈയുടെ വാല്യൂവിനെ കുറിച്ച് അവർക്ക് മനസ്സിലായി. പൈ എന്നുള്ള പേരല്ലായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്, അവർ ആ റേഷ്യോ അല്ലെങ്കിൽ അവർ അംശബന്ധമായിട്ട് അവർ വളരെ പണ്ടേ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ സംഗമം ഗ്രാമം മാധവനൊക്കെ വരുമ്പോഴത്തേക്കും പൈയുടെ വാല്യൂ 11 ദശാംശ സ്ഥാനങ്ങളിലേക്ക് കണ്ടെത്തേണ്ടി വരും. പിന്നീട് അത് 28 അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ സംഗമഗ്രാമ മാധവൻ, ഞാൻ പറഞ്ഞു വരരുചിയൊക്കെ അതിന് 4-ാം നൂറ്റാണ്ടിൽ തുടങ്ങി, മാധവൻ ഏതാണ്ട് 14-ാം നൂറ്റാണ്ടിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സംഗമഗ്രാമ മാധവൻ്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇരിങ്ങാലക്കുടയിലായിട്ട് ബന്ധപ്പെട്ട് അത് കൊടുങ്ങല്ലൂരുള്ള നമ്മുടെ കുലശേഖരന്മാരുടെ കാലഘട്ടത്തിൽ തുടങ്ങിയ ആ ഒരു വനനിരീക്ഷണ കേന്ദ്രം, അതുമായി ബന്ധപ്പെട്ടാണ് അവിടെ കൂടുതൽ കാര്യങ്ങളും നടന്നിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് വന്ന ശിഷ്യന്മാർ ആലത്തിയൂരും തൃക്കണ്ടിയൂരും ഒറ്റപ്പാലത്തും ചൊവ്വരയിലും ഒക്കെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ, നീലകണ്ഠ സ്വാമിയാജിയും നമ്മുടെ ജ്യേഷ്ഠദേവനും ഒക്കെയുള്ള ഒരു ശിഷ്യ പരമ്പരയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 14-ാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് ഒരു 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ട് വരെ ആ ശിഷ്യ പരമ്പര ഇങ്ങനെ തുടർന്നു വന്നുകൊണ്ടിരുന്നു. അവരെല്ലാവരും ശ്രമിച്ചിരുന്ന ഇതാണ്, ആ ഗ്രഹങ്ങളുടെ സ്ഥാനം യഥാർത്ഥമായി അല്ലെങ്കിൽ കൂടുതൽ കൃത്യതയോടുകൂടി നിർണ്ണയിക്കുക, ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഒക്കെ കൃത്യമായി നിർണ്ണയിക്കുക. അത് ഒരു വെറും ഒരു സാങ്കല്പികമായിട്ടല്ല, പ്രാക്ടിക്കലായിട്ട് അത് കാലാവസ്ഥ നിർണ്ണയിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആ രീതിയിലാണ് അവരതിനെ കണ്ടുവന്നിരുന്നത്. ഈ വേദഗണിതം, കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്, ഭാരതീയ ഗണിതം, ഈ 3 ശാഖകൾ അല്ലെങ്കിൽ ഇതുമായി തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, പരസ്പര ബന്ധം എങ്ങനെയാണ്? ഇത് നമ്മുടെ ഒരു തുടർച്ചയായിട്ട് നമ്മളിതിനെ കാണണം, ഇതിനെ എല്ലാത്തിനും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, വേദങ്ങളിലും പുരാണങ്ങളിലും നമ്മൾ സംഖ്യകളെക്കുറിച്ച്, സംഖ്യാരീതികളെക്കുറിച്ച്, പിന്നീട് ഞാൻ പറഞ്ഞ പോലെ സുൽഭസൂത്രങ്ങളിൽ യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യാനുള്ള ജോമെട്രിക് ഷേപ്പുകളെക്കുറിച്ച്, പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഭാസ്കരാചാര്യൻ 12-ാം നൂറ്റാണ്ടിലൊക്കെ ഭാസ്കരാചാര്യർ വരുമ്പോഴത്തേക്കും അത് നമ്മൾ ഇന്ന് വിളിക്കുന്ന ആൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഉപയോഗങ്ങൾ ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പടിപടിയായിട്ട് നമ്മുടെ ഉപയോഗങ്ങൾ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിൻ്റെ വളർച്ചയും. ആവശ്യം വരുന്നതിനനുസരിച്ച്. അപ്പോൾ ആദ്യം കൃഷി ചെയ്യുന്നതിന് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കന്നുകാലികളെ എണ്ണണമായിരുന്നു, അല്ലെങ്കിൽ കൃഷിസ്ഥലം അളക്കണമായിരുന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും അവന് വേണ്ടി വന്ന കാലഘട്ടത്തിനനുസരിച്ചുള്ള വളർച്ചയാണ് ഉണ്ടായത്. അങ്ങനെയാണ് നമ്മൾ ഈ ഭാരതീയ ഗണിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വന്ന് 14-ാം നൂറ്റാണ്ടിലൊക്കെ ആയപ്പോഴത്തേക്കും ഈ സംഗമഗ്രാമ മാധവനൊക്കെ. അപ്പോൾ കൂടുതൽ ആക്യുറസി വേണ്ടി വന്നു. അങ്ങനെയാണ് അവർ അനന്തശ്രേണി അല്ലെങ്കിൽ ഇൻഫിനൈറ്റ് സീരീസ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് കൂടുതൽ ആക്യുറസി കണ്ടെത്തുന്നതിനുള്ള മാർഗ്ഗങ്ങൾ തേടിയത്. അതാണ് പിന്നീട് നമ്മൾ പറയുന്ന കാൽക്കുലസിൻ്റെയൊക്കെ തുടക്കമാണ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇത് മാനവരാശിയുടെ വളർച്ചയോടൊപ്പമുള്ള ഒരു വളർച്ചയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണം നമ്മൾ കരുതാനായി. ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണല്ലോ. തീർച്ചയായും. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ മാത്സ് ഇഷ്ടപ്പെടാനുള്ള ഒരു ആദ്യത്തെ സാഹചര്യം അതുണ്ടായാൽ മാത്രമേ പിന്നെ പഠിക്കാനുള്ള താല്പര്യം കൂടുകയുള്ളൂ. അപ്പോൾ ഈ ഇങ്ങനെ മാത്സിനോട് താല്പര്യമില്ലാതെ വേദഗണിതം പഠിക്കാൻ വേണ്ടി വന്ന് മാത്സിൽ നല്ല ഇതായിട്ട് തിരിച്ചു പോയ കുട്ടികളൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും. നമ്മൾ കൂടുതലും ഞാനും താല്പര്യപ്പെടുന്നത്, നിങ്ങൾ പലരും പറയും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സഹായമാണ്, തീർച്ചയായിട്ടും. പക്ഷേ എന്നാലും മാത്സിൽ വീക്കായിട്ടുള്ളവർ അല്ലെങ്കിൽ മാത്സിനെ ഇഷ്ടപ്പെടാത്തവരും വന്നോളാനാണ് ഞാൻ എപ്പോഴും പറയുന്നത്. കാരണം നമ്മുടെ ആ ഒരു രീതി അതാണ്. കാരണം നമ്മുടെ ഭാരതീയ ഗണിത രീതികൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കാം. ഒരു ഉദാഹരണം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഞങ്ങളിൽ പാതിയും പാതിയിൽ പാതിയും നീയും ചേർന്നാൽ 100 എന്നുള്ള ഒരു ശ്ലോകം കേട്ടിട്ടുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് കേട്ടിരുന്നതാണ്. ഇത് വേറൊന്നുമല്ല, ഇത് ഭാരതീയ ഗണിതത്തിൽ നമ്മുടെ ഭാസ്കരാചാര്യരുടെ ലീലാവതിയിൽ വരുന്ന ഒരു ഭാഗമാണ്. ഇതിൽ അദ്ദേഹം പറയുന്ന ഇതാണ്,
ലീലാവതിയുമായിട്ട് യാത്ര പോകുമ്പോൾ, ലീലാവതി എന്ന് പറയുന്ന ടെക്സ്റ്റ് തന്നെയാണ്, ഭാസ്കരാചാര്യൻ്റെ മകളാണ് ലീലാവതി എന്നാണ് കരുതപ്പെടുന്ന. അവർ ലീലാവതിയുമായിട്ടൊരു യാത്ര പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു തീർത്ഥയാത്ര പോകുമ്പോൾ വഴിയിൽ കാണുന്ന സാഹചര്യങ്ങളെ മാത്തമാറ്റിക്സിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കൊടുക്കാനായിട്ട്, അപ്പോൾ ഇതിന് എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ സിലബസുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിളാണിത്. അതാണ് നമ്മൾ ഈ പറഞ്ഞ പസിൽ അല്ലെങ്കിൽ ആ രീതിയിൽ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് ലീനിയർ ഇക്വേഷൻസ് ആണ് എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു മടുപ്പ് അല്ലെങ്കിൽ ആ ഒരു വിരസതയും മാറ്റാനായിട്ട് നമ്മൾ ഈ ഒരു ശ്ലോകം പറഞ്ഞിട്ട് തുടങ്ങുകയാണെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കും, ഇതിനുള്ള മാർഗ്ഗമാണ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്ക് അത് അറിയാനുള്ള ആഗ്രഹം, അതാണ് ഏറ്റവും പ്രധാനം. ആ അപ്രോച്ചാണ്, ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ രീതിയിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഈ പുതിയ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് പറഞ്ഞല്ലോ, NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതിൽ എത്രത്തോളം നമുക്ക് ഇത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്? അതിൻ്റെ ഒരു കൂടുതൽ വിവരങ്ങൾ എത്രത്തോളം ഉണ്ട്? ഈ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട്, മാത്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വേദഗണിതം അല്ലെങ്കിൽ ഈ മാത്തമാറ്റിക്സ്, നമ്മുടെ ഭാരതീയ മാത്തമാറ്റിക്സ് സമ്പ്രദായം എത്രത്തോളം ആഡ് ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ബുക്കുകളാണ്. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് NCERT ഈ വർഷം മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 6 മുതൽ 8 വരെയുള്ള വന്നതിൽ ഇത്തരത്തിലുള്ള വളരെ പ്രസക്തമായ മാറ്റങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ നോളജ് സിസ്റ്റം അല്ലെങ്കിൽ ഭാരതീയ ജ്ഞാന പരമ്പര നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറയുന്നതിൻ്റെ ഒക്കെ കാരണം ഇതാണ്. കാരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ NCF ഇതിന് അനുബന്ധമായിട്ട് നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്കുണ്ട് 2023 എങ്ങനെ ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിൽ പറയുന്നത് നമ്മളൊരു വിഷയം അല്ലെങ്കിൽ ഒരു ടോപ്പിക്, ഒരു കൺസെപ്റ്റ് പഠിപ്പിക്കുമ്പോൾ പഞ്ചാതി ലേണിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിഥി, ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ടോപ്പിക്, ഒരു കൺസെപ്റ്റ് പഠിപ്പിക്കുമ്പോൾ അതിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, കുട്ടിക്ക് അറിയാവുന്ന സാഹചര്യമായിട്ട് കണക്ട് ചെയ്ത് പറയണം. അപ്പോൾ അതിലാണ് നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞ സാഹചര്യം നമ്മൾ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പം ടീച്ചർ ആദ്യം പറയേണ്ടത് ഈ ഒരു പസിലാണ്. അപ്പോൾ അതിന് ആകാംക്ഷയായി അത് പഠിപ്പിക്കാൻ, പിന്നെയാണ് അതിൻ്റെ ബോധതലത്തിലേക്കും അതിൻ്റെ പ്രാക്ടീസിലേക്കും പ്രയോഗത്തിലേക്കും ഒക്കെ വരുന്നത്. അപ്പോൾ അതിൽ NCF നമുക്ക് വളരെയധികം ഇത്തരത്തിൽ കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് നമ്മൾ ഈ പുതിയ പാഠ്യപദ്ധതിയിൽ നമ്മൾ ചെയ്യുന്നത്. ഈ മാധവ ഗണിത കേന്ദ്രം, അതുമായി ബന്ധപ്പെട്ടാണ് സാറിന് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഈ മാധവ ഗണിത കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? സാറിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മൾ ചെയ്യുന്ന ഇതാണ്, നമ്മുടെ കേരളീയ ഗണിതശാസ്ത്ര പാരമ്പര്യം ആൾക്കാരെ അറിയുക. അതിൽ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയും. ഞാൻ ഈ മാധവ ഗണിത കേന്ദ്രമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പൂരി സാറ്, VPN നമ്പൂരി സാറിൻ്റെ ഒരു എഡിറ്ററായിട്ടുണ്ടായിരുന്ന ഒരു സ്വദേശി എന്ന് പറഞ്ഞൊരു മാഗസീനിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട്, ജോർജ് ഗിവർഗീസ് ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പോൾ നമ്പൂരി സാറിൻ്റെ കൂടെ പോയപ്പോഴാണ് മാധവ ഗണിത കേന്ദ്രത്തുമായിട്ട് കൂടുതൽ അടുക്കാനും മനസ്സിലാക്കാനും ഒക്കെ വന്ന് അതിവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ ഈ ജോർജ് ഗിവർഗീസ് ജോസഫ് അന്ന് പറഞ്ഞ ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഈ കേരള ഗണിതത്തിൽ, അദ്ദേഹം ശരിക്കും ഒരു മലയാളിയാണ്, പക്ഷേ അദ്ദേഹം ജനിച്ചത് കേരളത്തിലാണെങ്കിലും അദ്ദേഹം 9 വയസ്സായപ്പോൾ കെനിയയിലേക്ക് പേരൻസിൻ്റെ കൂടെ പോയി അവിടെ അധ്യാപകനായിട്ട് പഠിച്ച ആളാണ്. അദ്ദേഹത്തിന് അവിടുത്തെ സ്കൂളുകളിൽ ഗണിതശാസ്ത്രത്തിൻ്റെ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗം എന്താണെന്ന് ആലോചിച്ചപ്പോൾ അവർ ഈ ഗണിതത്തിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നത് നല്ലതാണ്. അങ്ങനെ അദ്ദേഹം റിസർച്ചിന് മാഞ്ചസ്റ്ററിൽ വന്നപ്പോൾ അവിടുത്തെ അധ്യാപകൻ അദ്ദേഹത്തോട് ചോദിച്ചു, യു ആർ ഫ്രം കേരള, അപ്പം നിങ്ങൾക്ക് കേരള മാത്തമാറ്റിക്സിനെ കുറിച്ച് അറിയാമായിരിക്കുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അന്ന് വരെ ഞാൻ കേരള മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ശാഖയെക്കുറിച്ച് കേട്ടിട്ടില്ല, മാധവൻ എന്ന് പറയുന്ന ആളെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പം ഞാൻ പറയുന്നത്, ഇന്നും കേരളത്തിലെ ഒരു സ്കൂളിലും കോളേജിലും പഠിച്ച ഒരു പോസ്റ്റ് ഗ്രാജുവേഷനോ ഒരു ഡോക്ടറേറ്റോ എടുക്കുന്ന ഒരു ഗണിതശാസ്ത്ര വിദ്യാർത്ഥിക്ക് പോലും മാധവൻ ആരാണെന്ന് അറിയണമെന്നില്ല. ഇല്ല, ശരിയാണ്. ഇപ്പം ഞാൻ ഐസർ പൂനെയിൽ ഒരു കോഴ്സിൻ്റെ പാർട്ടായിട്ട് അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഒരു ഹാളിൻ്റെ പേര് മാധവ ഹാൾ എന്നാണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒരു മാധവ ഹാളോ മാധവൻ്റെ ഒരു ചിത്രം പോലും ഒരു യൂണിവേഴ്സിറ്റിയിലുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നുമാണ് ഈ മാധവനെക്കുറിച്ചുള്ള നമ്പൂരി സാറും വിനോദ് മാഷുമൊക്കെ അവർ നമ്മുടെ മാധവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് മുന്നിട്ടിറങ്ങി. ബാലകൃഷ്ണ പണിക്കർ സാർ ഈ മാധവൻ്റെ വേണുവാരോഹം മലയാളത്തിൽ അതിനെ തർജ്ജമ ചെയ്ത് പബ്ലിഷ് ചെയ്തു.
അപ്പോൾ കേരള മാത്തമാറ്റിക്സിനെ കുറിച്ചുള്ളൊരു പ്രചാരം, അതാണ് മാധവ ഗണിത കേന്ദ്രം പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്, സന്തോഷമുണ്ട്. കാരണം അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടട്ടെ, എല്ലാ രീതിയിലും ആൾക്കാർ അറിയട്ടെ, നെല്ലും പതിരും വേർതിരിച്ചറിയാനായിട്ടുള്ളൊരു അവസരം ഒരുക്കുകയാണ് യഥാർത്ഥത്തിൽ മാധവ ഗണിത കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പക്ഷേ ധാരാളം പേര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ അതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനുമായിട്ട് കേരളത്തിലേക്കും വരുന്നുണ്ട്. ആ രീതിയിലാണ് മാധവ ഗണിത കേന്ദ്രത്തിൻ്റെ ഇന്നിപ്പം ഗുരുവായൂർ ക്യാമ്പസിലുള്ള സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിനപ്പുറത്തേക്ക് ഒരു വിപുലമായ രീതിയിലേക്ക് നമ്മുടെ ഈ ഒരു മാത്തമാറ്റിക്സിൻ്റെ ഒരു പാരമ്പര്യം ബഹുജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ, അത് പ്രത്യേകിച്ചും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ളൊരു പിന്തുണയോടുകൂടി പ്രവർത്തിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം അവിടെ വരുന്നില്ല? തീർച്ചയായിട്ടും അതുതന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പം ഇപ്പം ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മൾ 10ാം ക്ലാസ്സിൽ ഇപ്പോൾ ഉള്ള, അത് പഴയ ടെക്സ്റ്റാണ്, മാറിയിട്ടില്ല, അടുത്ത വർഷമേ അത് മാറത്തുള്ളൂ. NCERTയുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ശ്രേണികളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിലൂടെ ഒരു കഥ പറയുന്നുണ്ട്. ഒരു കുട്ടിയോട് ഒരു ടീച്ചർ വന്ന് ക്ലാസ്സിൽ 1 തൊട്ട് 100 വരെ എഴുതിയിട്ട് അതിൻ്റെ തുക പറയാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടി അത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ആ കുട്ടിയുടെ പേര് കോൾ ഫെഡറിഗോസ് എന്നാണെന്നും, അദ്ദേഹം ഒരു ജർമ്മൻ വളരെ നല്ല മാത്തമാറ്റീഷ്യനാണ്, അതിലൊന്നും ഒരു തർക്കവും ഇല്ല. അദ്ദേഹം 18ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ജനിച്ച ഒരു മാത്തമാറ്റീഷ്യനാണ്. ഗണിതത്തിൻ്റെ രാജകുമാരൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം വളരെ നല്ല മാത്തമാറ്റീഷ്യനാണ്. ഈ കഥയാണ് നമ്മൾ അവിടെ പറയുന്നത്. അപ്പോൾ ആ കുട്ടി, പക്ഷേ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നൊരു വസ്തുത, ഈ കാര്യം ആര്യഭടൻ്റെ ആര്യവടിയത്തിലുണ്ട്. കാലഘട്ടം ഓർക്കണം, അത് AD 499 ആര്യവടിയം എഴുതപ്പെട്ടത്. ആര്യഭടൻ ഏതാണ്ട് ഒരു 1200 വർഷങ്ങൾ മുന്നേ ഭാരതത്തിൽ ഈ 1 മുതൽ 100 വരെ മാത്രമല്ല, സം ഓഫ് സ്ക്വയേഴ്സ് 1 സ്ക്വയർ + 2 സ്ക്വയർ, അങ്ങനെ ഏത് നമ്പർ വരെയുള്ള തുകയും, ക്യൂബുകളുടെ 1 ക്യൂബ് + 2 ക്യൂബ് 3 ക്യൂബ് വരെയുള്ള സമ്മിൻ്റെ കാര്യങ്ങളും ഈ ആര്യഭടൻ പറഞ്ഞിട്ടുണ്ട്. 1200 വർഷങ്ങൾക്ക് മുന്നാണെന്ന് ഓർക്കണം. ഇതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു ജോമെട്രിക്കൽ എക്സ്പ്ലനേഷൻ നമ്മുടെ കേരളീയ ഗണിതശാസ്ത്രകാരന്മാർ നൽകിയിട്ടുണ്ട്. നീലകണ്ഠ സ്വാമിയാജിയും മറ്റുമൊക്കെ അവരുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ അവരിത് ജോമെട്രിക്കൽ രീതിയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിത് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ അത്തരം കാര്യങ്ങൾ, കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും പൊതുവായിട്ടുള്ള ഗണിതശാസ്ത്ര സംഭാവനകളിലൂടെ പറയേണ്ടത് കുട്ടികളിൽ ശരിക്കും ആ ഒരു കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകുന്നതിനാണ് സഹായിക്കുന്നത്. അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ഫിബൊനാച്ചി സീരീസ് എന്ന് മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഫിബൊനാച്ചിയേക്കാളും നേരത്തെ നമ്മുടെ ഇവിടെ വിരഹാംഗം മറ്റുമൊക്കെ പറഞ്ഞിരുന്ന വിരഹാംഗ സീരീസാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ വിരഹാംഗ നമ്പേഴ്സാണ്. അതൊക്കെ നമ്മുടെ ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം മാറ്റങ്ങളാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളൊന്നും ചെയ്യാത്തവരല്ല എന്നുള്ള, നമ്മൾ ചെയ്ത നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല, നമ്മുടെ ശാസ്ത്ര പാരമ്പര്യത്തെക്കുറിച്ച്. അപ്പോൾ അത് കൂടുതൽ പഠിപ്പിക്കുന്നതും കൂടി NEPയിൽ നമ്മൾ ഈ പുതുതായി വരുന്നതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ മോശക്കാരല്ലായിരുന്നു എന്നുള്ള ഒരു ഫീലിംഗ്, അതൊരു വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ നടന്നിട്ടുള്ള പഠനങ്ങളിലൊക്കെയും ആരാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ചോദിച്ചാൽ, ആർക്കാണോ കോൺഫിഡൻസ് ഉള്ളത് അവരാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ് ഈ നമ്മുടെ ഇവിടെ നല്ല പാരമ്പര്യമുണ്ടായിരുന്നു, നമ്മൾ മോശക്കാരല്ല, നമുക്കും ഇതിനൊക്കെയുള്ള കഴിവുണ്ട് എന്നുള്ള ഒരു ചിന്താഗതിയും വളർത്തിയെടുക്കുക. അപ്പോൾ അതിൻ്റെ മാർഗ്ഗങ്ങൾ, കുട്ടിയിൽ ഒരു താല്പര്യം, ഉത്സാഹം വളർത്തിയെടുക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങളായിട്ടാണ് ഇത്തരം രീതികളെ നമ്മുടെ സിലബസിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വേദഗണിതം അല്ലെങ്കിൽ ഈ ഭാരതീയ ഗണിത പാരമ്പര്യം ഇതൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? എത്രത്തോളം അവരതിനെ ഉൾക്കൊള്ളുന്നു? എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും കുട്ടികൾക്ക്, ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, ചർച്ച ചെയ്തതുപോലെ, ഇതിൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടുമ്പോൾ ആദ്യത്തെ പടി അതാണ്. റിസൾട്ട് പെട്ടെന്ന് കിട്ടുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഞാൻ നമ്പൂരി സാറുമൊക്കെ കൂടെ ഞങ്ങൾ ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ഒരു സ്റ്റഡി നടത്തി. കേരളത്തിലെ 12 ജില്ലകളിൽ ഏതാണ്ട് 4800ഓളം കുട്ടികൾ അതിൽ പങ്കെടുത്തു. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിലുള്ളത്, നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു 36 രൂപയ്ക്ക് സാധനം മേടിച്ചു, ഒരു 100 രൂപ കൊടുത്താൽ എത്ര രൂപ ബാക്ക് കിട്ടണം? ഇത്രയാണ് ചോദിച്ചത്. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ, ഞങ്ങൾ പല പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ കിട്ടുന്ന കുട്ടികളാണ്, ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ ഇതിന് ഉത്തരം കണ്ടെത്താനായിട്ട് 3 മിനിറ്റ് വരെ സമയമെടുത്തു. എന്നിട്ട് കിട്ടിയ ഉത്തരം 48% മാത്രമേ ശരിയുണ്ടായിരുന്നുള്ളൂ. ഇതേസമയം ഇത് വേദഗണിതത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം 9ൽ നിന്നും അവസാനത്തേത് 10ൽ നിന്നും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും.
അതിന് കുട്ടികൾ നമ്മൾ ഈ രീതി പഠിപ്പിച്ചു കൊടുക്കാൻ അരമണിക്കൂർ മതി, ഒരു 30 മിനിറ്റിൽ നമുക്ക് ഈ കാര്യം പഠിപ്പിക്കാം. അതിനുശേഷം ഇതേപോലെ ഏത് ചോദ്യം ചോദിച്ചാലും ഒരു 20 സെക്കൻഡിന് ഇതേ കുട്ടികൾ കൃത്യമായ ഉത്തരങ്ങൾ 100% കറക്റ്റായിട്ട് ഉത്തരങ്ങൾ തരാനായിട്ട് വന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. അത് ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ ഉള്ള സമയത്ത് കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതായത് 5, 10 ഒക്കെ പെട്ടെന്ന് റെഡിയാവും. പക്ഷേ 6, 7, 8 ഒക്കെ വരുമ്പോഴത്തേന് പലരും അതിന് ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു രീതിയിൽ. പണ്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന് മുന്നേ നമ്മൾ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ചിരുന്നത് അഡീഷൻ ടേബിളാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും അഡീഷൻ ടേബിൾ വിട്ടുപോകും. ഈ റിപ്പീറ്റഡ് അഡീഷൻ ആണല്ലോ മൾട്ടിപ്ലിക്കേഷൻ. അതെ. അപ്പോൾ ഇതിൽ നമ്മൾ ഗണിത പഠനം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളൊരു ബിൽഡിങ് കെട്ടിപ്പോക്കുമ്പോൾ ഓരോ ഇഷ്ടിക വെച്ചാണ് പോകുന്നത്. ഈ ഓരോ ഇഷ്ടികയും വെച്ച് അതൊന്ന് സെറ്റായി ക്യൂർ ചെയ്യാനുള്ളൊരു ടൈം കൂടെ കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ മുകളിലേക്ക് നമ്മൾ പടവുകൾ ഉയർത്താൻ പറ്റത്തുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു ഇഷ്ടിക ഇളകിയിരുന്നാൽ മുകളിലേക്ക് ചെല്ലുമ്പോൾ മൊത്തത്തിൽ ആ സ്ട്രക്ചറിൻ്റെ ഒരു സ്ട്രെങ്തിനെ ബാധിക്കും എന്ന് പറയുന്നത് പോലെയാണ് ഗണിത പഠനം. അപ്പോൾ നമ്മൾ അതിൻ്റെ പടിപടിയായിട്ടുള്ള ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗുണനപ്പട്ടിക അറിയില്ല അല്ലെങ്കിൽ അതിൽ ബുദ്ധിമുട്ടുന്ന ഒരു കുട്ടിയെ നമ്മൾ അവിടെ ഗുണനപ്പട്ടികയിലല്ല അഡീഷനിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മാർഗ്ഗങ്ങൾ പിന്നെ തീർച്ചയായിട്ടും ഗുണനത്തിന് ഒരുപാട് പാറ്റേണുകളുണ്ട്. അത് പരിചയപ്പെടുത്തി കഴിയുമ്പോൾ അവന് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ തന്നെയാണ് ഓരോ കാര്യങ്ങളും വരുന്നത്. പൊതുവെ എളുപ്പത്തിൽ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഉത്തരം കിട്ടുക എന്നുള്ള രീതിയിൽ ആണ് പൊതുവെ ഈ വേദഗണിതത്തെയൊക്കെ പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പം നമുക്ക് ഉത്തരം കിട്ടും, നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. അതിനപ്പുറം ഇതിൻ്റെ വിശദമായൊരു പ്രാധാന്യം. തീർച്ചയായിട്ടും അത് ആദ്യത്തെ പടി മാത്രമാണ് ഈ വേഗത്തിൽ ഉത്തരം കിട്ടുന്നു എന്നുള്ളത്. അത് കുട്ടിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇതെങ്ങനെ ഉത്തരം കിട്ടി എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നിടത്താണ് യഥാർത്ഥ മാത്തമാറ്റിക്സ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ കാണുമ്പോൾ ഇതൊരു ട്രിക്കായിട്ടോ ഒരു മാജിക്കായിട്ടോ തോന്നും. യഥാർത്ഥത്തിൽ അതിൻ്റെ പുറകിലുള്ള മാത്തമാറ്റിക്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം മാത്തമാറ്റിക്സിനോടുള്ള താല്പര്യവും അല്ലെങ്കിൽ അതിൻ്റെ അതിന് പുറകിൽ വർക്ക് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ റൂളുകളെക്കുറിച്ചും നമുക്ക് വ്യക്തമായ ധാരണയും അതിന് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ അതിനെ എങ്ങനെയൊക്കെ മാറ്റം വരുത്തി ഉപയോഗിക്കാൻ പറ്റും എന്നുമൊക്കെ ചിന്തിക്കാനുള്ള ഒരു പ്രേരണയാണ് യഥാർത്ഥത്തിൽ വേദിക് മാത്തമാറ്റിക്സ് നൽകുന്നത്. അത് വെറും ഒരു മാജിക്കോ ട്രിക്കോ അല്ല. അത് മാത്തമാറ്റിക്സ് കൂടുതൽ പഠിക്കാനുള്ള ഒരു ആഗ്രഹവും അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു വലിയ വാതിൽ തുറക്കുന്നതുമാണ് ഈ വേദഗണിത രീതികൾ. ഈ മാത്സിലുള്ള എല്ലാ ശാഖകളും അതുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളുമൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിപ്പം അരിത്തമെറ്റിക്സ് മാത്രമല്ല, പൊതുവെ അരിത്തമെറ്റിക്സ് ആണ് പറയുന്നതെങ്കിലും ബാക്കിയുള്ളത് ഓൾജിബ്ര ആണെങ്കിലും ചെറിയ ട്രിഗണോമെട്രി ആണെങ്കിലും കാൽക്കുലസ് ആണെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വേഗത്തിൽ നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ പ്രോസസ്സ് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടും ചെയ്യാനായിട്ട് പറ്റും. അതുമാത്രമല്ല, ഇത് ശരിക്കും നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലും നമ്മുടെ ഡിജിറ്റൽ സിഗ്നലിംഗ് പ്രോസസ്സുകളിൽ പോലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ധാരാളം അത്തരത്തിലുള്ള റിസർച്ചുകൾ, ഗവേഷണങ്ങൾ നടത്തി അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളും വന്നിട്ടുണ്ട്. ഇന്ന് ഈ ഭാരതീയ ഗണിതവും ഒരു സാധാരണക്കാരനെ അത് എങ്ങനെയാണ് സ്വാധീനിക്കുക, അല്ലെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് അതൊരു ഗുണകരമായ രീതിയിൽ മാറുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? എന്താണ് ഭാരതീയ ഗണിതം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ മലയാളിയോട് അല്ലെങ്കിൽ ഒരു ആളോട് കണക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നൊരു സിനിമ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം, മാത്തമാറ്റിക്സ്. ഇത് പറഞ്ഞതാരാണ്? ചാക്കോ മാഷ് എന്നാണ് സാധാരണ നമ്മൾ മലയാളി വിശ്വസിക്കുന്നതും നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മൾ അറിയാതെ പോകുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്, ഇത് ചാക്കോ മാഷ് പറഞ്ഞതിനേക്കാളും ഏതാണ്ട് 1200 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 1500 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ആര്യഭടൻ തൻ്റെ ആര്യഭടീയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആര്യഭടൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രാണേ നൈതി കലാഭൂ. പ്രാണേ നൈതി കലാഭൂ. പ്രാണൻ നമ്മുടെ ശ്വാസോച്ഛ്വാസം, നമ്മുടെ ഒരു ഇൻഹെയിൽ ആൻഡ് ഒരു എക്സെയിലിനെയാണ് നമ്മളൊരു ശ്വാസം എന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം പ്രാണേ നൈതി, ആ ഓരോ ശ്വാസത്തിനോടൊപ്പം കല എന്ന് പറയുന്നത് നമ്മുടെ മെഷർമെൻറ്റ്, ഡിഗ്രി എന്ന് പറയുന്ന മെഷർമെൻറ്റ് അതിൻ്റെ 60-1 നമ്മൾ മോഡേൺ ഇതിൽ മിനിറ്റുകളും സെക്കൻഡുകളും ഒന്നുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ആംഗുലർ മിനിറ്റുകൾ, അത് ഒരു ഡിഗ്രിയുടെ 60-1 അതിനെയാണ് ഈ കല എന്ന് പറയുന്നത്. അതിന് അപ്പോൾ പ്രാണേ നൈതി കല ഭൂ മീൻസ് ഭൂമി. അതായത് നമ്മൾ ഒരു ശ്വാസം എടുക്കുന്ന സമയം കൊണ്ട് ഒരു കല, അതായത് ഒരു ഡിഗ്രിയുടെ 60-1 ഭൂമി തിരിയുന്നു എന്നാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഒരു ശ്വാസത്തിന് നമ്മൾ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 4 സെക്കൻഡാണ്. ഇത് ഇന്നത്തെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഒരു മോഡേൺ സയൻസിൽ ചോദിച്ചു കഴിഞ്ഞാലും ബയോളജി ടീച്ചറിനോട് ചോദിച്ചാലും 4 സെക്കൻഡാണെന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഒരു മിനിറ്റിൽ നമ്മളൊരു 15 ശ്വാസം എടുക്കും.
അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു ദിവസം നമ്മളെല്ലാവരും 21,600 21,600 തവണയാണ് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. ഇതേ സമയം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് ഭൂമി നമുക്കറിയാം ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും 360 ഡിഗ്രി. അതിനെ നമ്മൾ കലകളായിട്ട് അല്ലെങ്കിൽ മിനിറ്റുകളായിട്ട് മാറ്റും. 360 ഗുണം 60 എടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് ഈ 21,600 തന്നെയാണ്. ഇതാണ് ആര്യഭടൻ പറഞ്ഞത് പ്രാണേ നൈതി കലാഭൂ എന്ന് പറയും. നമ്മുടെ ഓരോ ശ്വാസത്തിനോടൊപ്പവും ഭൂമി തിരിഞ്ഞുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളത്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ വിഷയങ്ങൾ ഇതിൽ വന്നു എന്നൊന്ന് ആലോചിക്കുക. ശ്വാസോച്ഛ്വാസത്തിൻ്റെ സമയം അത് ബയോളജിയാണ് അല്ലേ. ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് 360 ഡിഗ്രി തിരിയുന്നു, അത് ജോഗ്രഫിയാണ്. പിന്നെ ഇതിനകത്തുള്ള കാൽക്കുലേഷൻ, ആ 21,600 എന്ന് പറയുന്ന കാൽക്കുലേഷൻ മാത്തമാറ്റിക്സാണ്. ഇതെല്ലാം കൂടി പ്രാണേ നൈതി കലാഭൂ എന്ന് പറയുന്ന 3 വാക്കുകളിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ മനോഹരമായി എഴുതി വെച്ച ആ ലാംഗ്വേജിൻ്റെ മനോഹാരിത. അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ടാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു പഠന രീതി അല്ലെങ്കിൽ ഗണിതശാസ്ത്ര രീതികൾ ഇങ്ങനെയായിരുന്നു. ഇതാണ് നമ്മൾ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിൽ നമ്മൾ ക്രോസ് കരിക്കുലർ കണക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. എല്ലാം കൂടെ കാരണം മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുക. നേരത്തെ ഈ നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ ഹിസ്റ്ററിയും ഈ പഴയ പുരാണം എന്നൊക്കെ നമ്മൾ ചിലരെങ്കിലും പറയുന്നത് എന്തിനു പഠിക്കണം? അത് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയങ്ങൾ എങ്ങനെയാണ് അവൻ ഓവർകം ചെയ്തത്, തരണം ചെയ്തത്, ആ വളർച്ച ഉണ്ടായത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് ആ കാര്യം കൂടുതൽ അറിയാനുള്ള ആഗ്രഹവും നന്നായിട്ട് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് എല്ലാ വിഷയങ്ങളും നമ്മളിന്ന് പറയുന്നത് ക്രോസ് കരിക്കുലർ കണക്റ്റായിട്ട് പഠിപ്പിക്കുക, എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൽ പ്രായോഗികതയോടുകൂടി പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അതിനുള്ള ഏറ്റവും നല്ല രീതികളാണ് ഭാരതീയ ഗണിതത്തിലുള്ളത്. അങ്ങനെ ആയിരുന്നു നമ്മൾ പഠിപ്പിച്ച് വന്നിരുന്നത്. എപ്പോഴൊക്കെയോ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോയപ്പോഴാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഗണിതശാസ്ത്ര പഠനത്തിനും അല്ലെങ്കിൽ ശാസ്ത്ര പഠനത്തിനുമൊക്കെ നേരിട്ട് തുടങ്ങിയതെന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. സാറിനെ സംബന്ധിച്ച് കുട്ടികളും വേദഗണിതത്തിന് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഡൽഹിയിൽ നരേന്ദ്രമോദിജിയുടെ പരീക്ഷ ചർച്ചയിലൊക്കെ പങ്കെടുത്തു. അതിനെക്കുറിച്ചൊന്ന് പറയാം. അത് നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മക്കൾ നന്ദിതയും നിവേദിതയും അവരുടെ ഫ്രണ്ട്സിനെ ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും വീട്ടിൽ ഇരിക്കുന്നു. അപ്പം ഞാൻ അതിനു മുന്നേ ഓൺലൈൻ എടുക്കുന്നതുകൊണ്ട് അവർക്കത് ഓൺലൈൻ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ അറിയാവുന്നത് കൊണ്ട് ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവർ തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് നമുക്ക് ഗൂഗിൾ മീറ്റ് പോലും ഇല്ല. സ്കൈപ്പ് എന്ന് പറയുന്ന സംവിധാനത്തിലാണ് 50 പേരെ ഒരു ബാച്ചിൽ പെടുത്താൻ പറ്റത്തില്ല. അങ്ങനെ ഒരു 50 പേരുടെ ബാച്ചായിട്ട് തുടങ്ങി. അപ്പോൾ ചെറിയ കുട്ടികളും വലിയ കുട്ടികളും അപ്പോൾ അവർ 2 ബാച്ചാക്കി. അപ്പോൾ ഇതിൽ വീണ്ടും ആൾക്കാർ വന്നു. അപ്പം 50 പേരെ പറ്റുന്നതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. അങ്ങനെ പല ബാച്ചുകളായിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരുപാട് പേര് ഇതിൽ ജോയിൻ ചെയ്തു. അവരുടെ ക്ലാസ്സുകൾ അവർ വളരെ രസകരമായിട്ട് എടുക്കുകയും ചെയ്യും കുട്ടികളുടെ രീതിയിലാകുമ്പോൾ. അതാണ് നമ്മൾ എഡ്യൂക്കേഷൻ പോളിസിയുടെ മറ്റൊരു ആസ്പെക്റ്റാണ് പിയർ ലേണിംഗ് എന്ന് പറയും. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വളരെ രസകരമായിട്ടും തോന്നും. അപ്പോൾ ടീച്ചേഴ്സും ജോയിൻ ചെയ്തു ആ കാലഘട്ടത്തിൽ. കാരണം ടീച്ചേഴ്സിനും അറിയില്ല ഓൺലൈൻ എടുക്കുന്നത് എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ. അങ്ങനെ ഒരുപാട് പേര് ജോയിൻ ചെയ്തു. ഈ വിവരങ്ങൾ CBSE അറിയുകയും പിന്നീടത് പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തപ്പോഴാണ് അവർ അടുത്ത പരീക്ഷാ പേ ചർച്ചയ്ക്ക് പ്രൈം മിനിസ്റ്റർ ഡൽഹിക്ക് വിളിപ്പിച്ച് പ്രൈം മിനിസ്റ്റർ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. പ്രൈം മിനിസ്റ്റർ അവരെക്കുറിച്ച് ആ പരീക്ഷാ പേ ചർച്ചയിൽ പറയുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു മാറ്റം, അതായത് ഇങ്ങനത്തുള്ള പുതിയ പരിപാടികളൊക്കെ കൊണ്ടുവരുന്ന രീതിയിലുള്ളൊരു മാറ്റത്തെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും. കാരണം ഞാനത് പറയുന്നത് എല്ലാ കുട്ടികൾക്കും അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ആര് ചെയ്താലും ഇന്നിപ്പോൾ അത്തരത്തിലുള്ള ഈ വർഷവും പരീക്ഷ പേ ചർച്ചയിൽ വ്യത്യസ്തമായ മേഖലകളിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾ ആർക്കും മുന്നോട്ട് വരാനുള്ള അവസരം ഇന്ന് എല്ലാവർക്കും കൊടുക്കുകയാണ്. അതൊരു വലിയ മാറ്റമാണ്. കുട്ടികളിലുള്ള കോൺഫിഡൻസ്, ആ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റമാണ്. കാരണം എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എനിക്കൊരു അവസരമുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട്. നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ വികസിത് ഭാരത് എന്നൊക്കെ പറയുന്ന ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്തായാലും ഭാരതീയ ഗണിതവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. ഇനിയും ഈ മേഖലയിൽ ഒരുപാട് തുടർന്ന് പ്രവർത്തിക്കാനും ഒരുപാട് പേരിലേക്ക് ഇതെത്തിക്കാനും ഒരുപാട് പേർക്ക് പ്രചോദനമാകാനും സാറിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു.